നമസ്കാരം. ദേവസേനയിലേക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 14ലേക്കും സ്വാഗതം. ശ്രീകൃഷ്ണ കഥാമൃതത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ പൂതനാമോക്ഷം പറഞ്ഞിരുന്നുവെങ്കിലും വിശദമാക്കിയിരുന്നില്ല. പൂതനാമോക്ഷത്തിന്റെ വിശദമായ പംക്തിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കംസൻ മന്ത്രിമാരോട് കൂടി ആലോചന നടത്തി ഇനി അങ്ങോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് കൽപ്പന കൊടുത്തു. 10 ദിവസം പ്രായമാകാത്ത കുട്ടികളെ ഹനിക്കാൻ പൂതന എന്ന രാക്ഷസിയെ ഏൽപ്പിച്ചു. അവൾ രാക്ഷസിയായിരുന്നതിനാൽ തമസ് നിറയെ ഉള്ളവളായിരുന്നു. അങ്ങനെ സ്വതവേ ഹീനകൃത്യങ്ങൾ ചെയ്യാൻ മടിയില്ലാത്തവൾ. ഇതിന് പുറമെ കംസന്റെ ആജ്ഞയും കൂടി ആയപ്പോൾ എന്തും ചെയ്യാമെന്നായി. അവൾ ആകാശസഞ്ചാരിയായി ഭയങ്കര രൂപമെടുത്തു നടന്നു. ആദ്യം തന്നെ അവൾക്ക് നന്ദന്റെ വ്രജത്തിലേക്ക് പുറപ്പെടാനാണ് തോന്നിയത്. എല്ലാം ഭഗവാന്റെ ഇച്ഛ. അല്ലാതായിരുന്നുവെങ്കിൽ ഗോകുലം എത്തും മുൻപേ എത്രയോ കുട്ടികളെ അവൾ ഹനിച്ചേനെ. അവൾ അതിസുന്ദരിയായി രൂപം മാറി. മുടി കെട്ടി ഭംഗിയായി മുല്ലപ്പൂ വെച്ച് സുഗന്ധം പൂശി കൃശഗാത്രിയായി നേരിയ പട്ടുവസ്ത്രം ധരിച്ച് വെറ്റില ചവച്ച് ചുണ്ടു ചുമപ്പിച്ച് കണ്ണെഴുതി മിനുസമായ പൊട്ടിട്ട് ഉയർന്ന കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുടെ മട്ടിൽ ലജ്ജാസഹിതമായ കടക്കൺ വീക്ഷണത്തോടുകൂടി നന്ദഗൃഹത്തിൽ കടന്നു. ഭഗവാനുള്ള സ്ഥലത്ത് അസുരാദികൾ പ്രവേശിക്കയില്ല. എന്നാൽ അവളെ ഭഗവാൻ ആകർഷിച്ചു. അവൾ അപരിചിതയാണെങ്കിലും അവളുടെ കെട്ടും മട്ടും കണ്ട് സ്ത്രീ പുരുഷന്മാർ ബഹുമാനത്തോടുകൂടി വഴി വിലങ്ങിക്കൊടുത്തു. നമ്മുടെ ഗോകുലബാലൻ ചാരത്തിൽ കിടക്കുന്ന തീക്കട്ട പോലെയാണ്. ഈ പൂതന പൂർവത്തിൽ പുണ്യം ചെയ്തവളായിരിക്കണം. അല്ലെങ്കിൽ മാതൃതുല്യം കുട്ടിയെ എടുത്ത് മടിയിൽ വെച്ച് സ്തന്യം കൊടുക്കുമോ? കുട്ടി കണ്ണടച്ചാണ് കിടക്കുന്നത്. യശോദയും രോഹിണിയും അടുത്തില്ല. അവളുടെ അസാധാരണമായ പെരുമാറ്റവും വസ്ത്രാഭരണ വേഷവും അവിടെ ഉള്ളവരെ മയക്കി. അതുകാരണം കുട്ടിയെ എടുത്ത് മടിയിൽ വെച്ചപ്പോൾ ആരും ആക്ഷേപിച്ചില്ല. കുട്ടി പൂതനയുടെ കാപട്യം മനസ്സിലാക്കി. പൂതനയെ വെറുതെ വിട്ടാൽ എത്രയോ കുട്ടികളെ അവൾ കൊല്ലാനിടയാക്കും എന്ന് കരുതി പാൽ സന്തോഷത്തോടുകൂടി ആസ്വദിക്കുമ്പോൾ പൂതനയുടെ പ്രാണവായുക്കളെ കൂടി ചേർത്തു വലിച്ചു. ഭഗവാന് കാരുഷ്യമല്ല കരുണയാണ് തോന്നിയത്. മാതൃസമാനമായി എടുത്ത് മടിയിൽ വെച്ച് പാൽ തന്നുവല്ലോ. ഹൃദയം, മാറിടം, കണ്ഠം എന്നീ മർമ്മസ്ഥാനങ്ങളിൽ വേദന പുറപ്പെട്ട് വേദന സഹിക്കവയ്യാതെ ആയപ്പോൾ വിടു വിടു എന്ന ശബ്ദം പുറപ്പെടുവിച്ചു. ദേഹം മുഴുവനും വിയർത്തു കൈകാൽ അടിക്കാൻ തുടങ്ങി. മരണശബ്ദം സർവ്വദിക്കിലും വ്യാപിച്ചു. സൂര്യാദിഗ്രഹങ്ങളും ആകാശവും വിറച്ചു. ജനങ്ങൾ ശബ്ദം കേട്ട് ഇടിയാണോ എന്ന് ശങ്കിച്ചു. മുടിയഴിഞ്ഞ് കാലിട്ടടിച്ചും അവളുടെ യഥാർത്ഥ രാക്ഷസീ രൂപം പ്രത്യക്ഷമായി. പൂതന മരിച്ചു വീണു. മരിച്ചു വീഴുമ്പോഴും ദ്രോഹമായി തീർന്നു. മരങ്ങൾ മുറിഞ്ഞു വീണു. ജീവജാലങ്ങൾ അടിയിൽപ്പെട്ടു മരിച്ചു. പൂതന ദംഷ്ട്രങ്ങൾ കാട്ടി ഭയങ്കരാകൃതിയായിട്ടാണ് കാണപ്പെട്ടത്. മൂക്കിൽ ദ്വാരങ്ങൾ പർവ്വത ഗുഹകൾ പോലെ തോന്നി. സ്തനങ്ങൾ പാറക്കഷ്ണങ്ങൾ പോലെ അത്ര വലുതായിരുന്നു. ചെമ്പിച്ച മുടി അത് ചിതറിക്കിടന്നു. കണ്ണുകൾ വറ്റിയ കിണറുകൾ പോലെ ആഴമുള്ളതായിരുന്നു. അടിവയർ മണൽ തിട്ട പോലെ. കൈകൾ കാലുകൾ സമുദ്രത്തിലെ അണക്കെട്ടുകൾ പോലെ. വയർ ആഴമുള്ള കയം പോലെ. യശോദയും രോഹിണിയും ഈ പർവ്വത വലുപ്പമുള്ള ഭയങ്കര സ്വരൂപത്തെ കണ്ട് മോഹാലസ്യപ്പെട്ടു. കോപസ്ത്രീകൾ പൂതനയുടെ മാറിൽ കിടന്നു കളിക്കുന്ന കുട്ടിയെ ഓടിച്ചെന്ന് വാരിയെടുത്ത് മാതാക്കന്മാരെയും കൂട്ടി ഗൃഹത്തിനുള്ളിൽ പ്രവേശിച്ചു. ദേഹശുദ്ധി ചെയ്ത് 11 നാമങ്ങൾ 11 സ്ഥാനങ്ങളിൽ മന്ത്രത്തോടെ ന്യസിച്ചു ദിക്കുകളും നോക്കി പ്രാർത്ഥിച്ചു. ഇന്ദ്രിയങ്ങൾ, പ്രാണങ്ങൾ, മനസ്സ്, ചിത്തം ഇവയുടെ രക്ഷാർത്ഥം പ്രാർത്ഥന നടത്തി. ഡാകിനി, ഭൂതം, പ്രേതം, പിശാചുക്കൾ, യക്ഷ, രക്ഷസുകൾ മുതലായ രാക്ഷസ ജന്മങ്ങൾ നശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു.
പൂതനയുടെ ശരീരം തുണ്ട് തുണ്ടാക്കി എടുത്തു കൊണ്ടുപോയി തീയിലിട്ട് ദഹിപ്പിച്ചു. ശരീരത്തിൽ നിന്ന് സുഗന്ധമാണ് വന്നത്. ഭഗവത് സ്പർശനം കാരണം ശരീരത്തിലെ മാലിന്യം നീങ്ങി. ഭഗവാൻ വിഷം കൊടുത്തവൾക്ക് സായുജ്യം കൊടുത്തു. അപകാരം ചെയ്തതിന് ഉപകാരം. ഇതാണ് ഭഗവാന്റെ കൃത്യം. നന്ദി, നമസ്കാരം.